ഭാരത് മാതാ കി ജയ് മുദ്രാവാക്യം ആരാണ് ഉണ്ടാക്കിയത്? അത് സംഘപരിവാറുകാർക്ക് അറിയുമെന്നറിയില്ല. അയാളുടെ പേര് അസീമുള്ള ഖാൻ എന്നാണ്. അസീമുള്ള ഖാൻ ഈ പറയുന്ന സംഘപരിവാറിൽപ്പെട്ടയാളല്ല എന്നത് അവർക്ക് അറിയുമെന്നറിയില്ല. മലപ്പുറത്ത് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ നടത്തിയ റാലിയാണ് വേദി. ദേശസ്നേഹ മുദ്രാവാക്യങ്ങളുടെ ചരിത്ര പശ്ചാത്തലം പറയുകയായിരുന്നു മുഖ്യമന്ത്രി. മുസ്ലിം ഉയർത്തിയ മുദ്രാവാക്യം സംഘപരിവാർ തള്ളിക്കളയുമോ എന്നൊരു ചോദ്യവും. ആബിദ് ഹസൻ സഫ്രാനി അദ്ദേഹമാണ് ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ഉണ്ടാക്കിയത്. അപ്പോൾ ജയ് ഹിന്ദും മുസ്ലിമിന്റെ സംഭാവനയാണ് എന്നർത്ഥം. മുസ്ലിമാണ് തയ്യാറാക്കിയത് എന്തുകൊണ്ട് ഇനി നാളെ ഭാരത് മാതാ കി ജയ് എന്ന് വിളിക്കേണ്ടതെന്ന് അവർ വെക്കുമെന്നറിയില്ല. ഉടൻ വന്നു BJPയുടെ മറുപടി. മുദ്രാവാക്യങ്ങൾ ഉയർത്തിയത് ഭാരതീയരെന്ന് ചിന്തിക്കാത്തതാണ് മുഖ്യമന്ത്രിയുടെ പ്രശ്നം. ഭാരത് മാതാ കി ജയിലും ജയ് ഹിന്ദിലുമെല്ലാം വലിയ ആദരവുണ്ടെങ്കിൽ മുഖ്യമന്ത്രി ഇന്നേ വരെ ഭാരത് മാതാ കി ജയ് വിളിച്ചത് നമ്മളാരും കണ്ടിട്ടില്ല. ഇത്തരത്തിലുള്ള പലതരത്തിലും ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ അഭിപ്രായം തന്നെയാണ് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം ശശി തരൂരിനും. Someone like Netaji Bose had amongst his closest aides people of every faith, and as you know, he was accompanied by a Muslim colonel in the fatal plane crash in Formosa. So, and that is the gentleman who had coined the phrase Jai Hind for him. Earlier, Bharat Mata Ki Jai goes back to the Muslim aid of a Hindu Peshwa. ദേശസ്നേഹ മുദ്രാവാക്യ ചർച്ചകൾ തിരഞ്ഞെടുപ്പ് പ്രചരണ വേദികളിൽ മുന്നണികൾ ഇനിയും ഉയർത്തിക്കാട്ടിയേക്കും. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.